നിങ്ങൾ പറഞ്ഞ പോലെ കാസർഗോഡുകാരൊന്നും ബോളന്മാരല്ലേ അല്ല. കാസർഗോഡുകാർക്ക് എല്ലാ പണി അറിയാം, എല്ലാം അടിക അറിയാം. മീൻ അടിക അറിയാം, കോഴി, മട്ടന്, എന്ത് വേണം, പച്ചക്കറി എല്ലാം അടിക അറിയാം. പൊരേൻ്റെ പണിയെല്ലാം അറിയാം, എല്ലാം അറിയും. ഇന്ന് ഞാൻ മറ്റേ ഈ ടെൻഡർ ലോലിപോപ്പ് ചിക്കൻ്റെ ഒരു ചില്ലി കബാബ് എങ്ങനെ ആക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ്, അങ്ങനെ നല്ല സൂപ്പറായ ഒരു ഡിഷ് ഇത്. ഈ ടെൻഡർ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭാഗം ഇങ്ങനെ കട്ടായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ടെൻഡർ ചിക്കൻ്റെ ഒരു 1.5 കിലോ ലോലിപോപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ ഒരു 3 കുറി പാങ്ങല കൈയിട്ടെടുത്ത പിന്നെ ഞങ്ങൾ പീഞ്ഞിട്ട് വെക്കണം. പീഞ്ഞിട്ട് വെച്ച് പിന്നെ ഒരു പാത്രത്തിനിട്ടിട്ട് ഞങ്ങളൊരു 1.25 സ്പൂണ് മഞ്ഞൾ പൊടി ഇടണം. അങ്ങനെ ഒരു മുട്ട ഒടിച്ചിട്ടിടണം. ഇപ്പം മഞ്ഞളിട്ടപ്പാട് ഒരു മുട്ട ഒടിച്ചിടണം. പിന്നെ നമുക്ക് എത്ര ഉപ്പ് വേണം അത് നോക്കിയിട്ട് ഉപ്പ് ഇടണം. ഉപ്പ്, മഞ്ഞൾ, മുട്ട ഇത് മൂന്നായ പിന്നെ ഞങ്ങൾ ഒരു സ്പൂണ് വിനെഗർ ഒഴിക്കണം. വിനെഗർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ നാരങ്ങൻ്റെ ജ്യൂസ് ഒഴിച്ചോളൂ, എന്ത് വേണമെങ്കിലും ആക്കിക്കോളൂ. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ഒരു സ്പൂൺ ഇടണം. ഇട്ടിട്ട് നിങ്ങളതിനെ നല്ല പാങ്ങലതിനെ മിക്സ് ആക്കണം. ഈ മഞ്ഞപ്പൊടി ഉണ്ടല്ലേ എല്ലാത്തിനും കൊള്ളണം, എല്ലാ ചിക്കൻ പീസിന് മഞ്ഞപ്പൊടി കൊള്ളണം. പിന്നെ ഞങ്ങൾ ഈ വിനെഗർ ഇട്ടിനല്ലേ, അതുകൊണ്ട് നമുക്കൊരു നാറ്റോ സ്മെല്ല് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാത്തിനും പാങ്ങലിനെ മിക്സാക്കിയിട്ട് ഏതിനും ഒന്നും ബാക്കിയിരിക്കില്ല, അതുപോലെ നിങ്ങൾ മിക്സാക്കണം. മിക്സാക്കിയിട്ട് ഇപ്പോൾ വെള്ളുള്ളി പിന്നെ ഇഞ്ചി ഉണ്ടല്ലോ അതിൻ്റെ പേസ്റ്റ് ആക്കിയിട്ട് ഒരു 2 സ്പൂൺ ആക്കിയിട്ടുണ്ട്. ഞാൻ വെള്ളുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ പേസ്റ്റ് ആക്കിയിട്ട് ഇപ്പോൾ നല്ല പാല് മിക്സാക്കണം. ഇതിനെ മിക്സാക്കി പിന്നെ ഞങ്ങൾ ഒരു 1/2 കപ്പ് മൈദ, 1/2 കപ്പ് കോർൺഫ്ലോർ ഇതിനെ കൂടെ ഇട്ടിട്ട് ചേർത്തിട്ട് ഇതിനെ കൂടെ നല്ല പാങ്ങലിപ്പം മിക്സാക്കിയിട്ട് വെക്കണം. മിക്സാക്കിയിട്ട് എല്ലാ പീസിനും ഇത് കൊള്ളണം. പിന്നെ ഇതിനെ നമ്മൾ എന്താക്കണം അറിയുക, ലാസ്റ്റ്ലി ഞങ്ങൾ ഇതെല്ലാം മിക്സായിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കണം, ഒരു 10-12 ഒരു മീഡിയം കാരത്തിൻ്റെ മുളകിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കണം. ചെറിയ തരി വേണം. അങ്ങനെ ഇങ്ങനെ പേസ്റ്റാക്കിയിട്ട് ഇതിനെ ഇപ്പം നല്ല മിക്സാക്കണോ. എങ്ങനെ മിക്സാക്കണമെന്ന് ഞങ്ങൾ മൈദ, കോർൺഫ്ലോർ, മഞ്ഞളെല്ലാം മിക്സാക്കിയല്ലോ അതുപോലെ മിക്സാക്കിയിട്ട് ഇതിനെ 1 മണിക്കൂർ ഞങ്ങൾ അങ്ങനെ മൂടിയിട്ട് വെക്കണം. അപ്പോൾ എല്ലാത്തിനും നല്ല ഇത് പിടിക്കും, ഉപ്പ് വലിക്കും, പുളി, കാരം എല്ലാം ഓരോരോ പീസ് വലിച്ചെടുക്കുന്നത്. അതെല്ലാം 1 മണിക്കൂർ ഇങ്ങനെ ഞങ്ങൾ മൂടിയിട്ട് വെച്ച് പിന്നെ ഇതിനെ ഫ്രൈ ആക്കാൻ തുടങ്ങണം. അത് ആ 1 മണിക്കൂർ സമയം അത് അങ്ങനെ മാരിനേറ്റ് ആക്കിയിട്ട് വെക്കണം. ഞങ്ങൾ നോക്ക് എല്ലാത്തിനും ഇപ്പോൾ എല്ലാ ചിക്കൻ പീസിന് കാരം, ഉപ്പ്, പുളി എല്ലാം കൊണ്ടല്ലേ. ഇനിയിപ്പോൾ ഇതിനെ മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും വേറെ പണി ഉണ്ടെങ്കിലെല്ലാം എടുത്തിട്ട് ഇതെല്ലാം 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഒരു നല്ല നമ്മളെ ചൂട് ചട്ടി വെക്കണം. ചീൻചട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ തേങ്ങ ഒഴിക്കുക, സൺഫ്ലവർ വേണമെങ്കിൽ സൺഫ്ലവർ ഒഴിക്കുക, എന്ത് എണ്ണ നിങ്ങൾ തിന്നുന്നു അതിനെ ഒഴിക്കുക. ഇത് പാത്രം നല്ല ചൂടാണ്. പാത്രം ചൂടായി പിന്നെ എണ്ണ ശരിക്ക് ചൂടായ പിന്നെ ഓരോ പീസിന് ഇങ്ങനെ കബാബ് പീസിന് ഇങ്ങനെ കുറേ ഇങ്ങനെ ഇടകയല്ല, ഒരു 10-15 അങ്ങനെ പീസ് എടുത്തിട്ട് ഇടണം. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ഫ്രൈ ആണ്. ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ആയിട്ടാകുമ്പോൾ ഇത് നമ്മളെ ഈ പാത്രത്തിന് ഈ ചിക്കന് പറ്റല്ല. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഈ ഫ്ലെയിമിൽ ഫ്രൈ ആക്കിയിട്ട് ഇതിനെ എടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ വരുന്നവരെ ഞങ്ങൾ ഫ്രൈ ആക്കണം. അതിൻ്റെ നടുവിൽ വന്നിട്ട് ഞങ്ങൾ എന്താക്കണം, ഇതിനെ മറിച്ചിട്ടിട്ടാൽ മാത്രം എല്ലാ ഭാഗം ഫ്രൈ ആയിട്ട് കിട്ടുന്നല്ലേ. അങ്ങനെ 2-3 കുറി ഇങ്ങനെ മറിച്ചിട്ടിട്ട് അത്ര ആകുമ്പോൾ ഇത് എല്ലാ ഭാഗത്തും നല്ല ഫ്രൈ ആയിട്ട് കിട്ടുന്നു. പിന്നെ ഇത് ഒരു അരച്ചോപ്പ് കളർ വരണം, ഒരു ബ്രൗൺ കളർ വരുമല്ലേ. അപ്പോൾ ആ സമയത്ത് അതിനെ കോരിയിട്ട് എടുത്താൽ മതി. ഇങ്ങനത്തെ മറ്റേ ഒരു തിടുപ്പെന്ന് ഞങ്ങളുടെ നാട്ടിലെ കാസർഗോഡ് ഭാഗത്ത് കിട്ടും. ആ തിടുപ്പിൻ്റെ മീത്ത ഇട്ടെങ്കിൽ അതിൻ്റെ കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ അത് പോയിട്ട് കിട്ടും. ഞങ്ങൾക്ക് നല്ല ഫ്രഷായ നമുക്ക് ലോലിപോപ്പ് ചിക്കൻ കിട്ടും. ഇപ്പം നോക്ക് ബ്രൗൺ കളർ ആയിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിങ്ങനെ മാറ്റിയെടുത്തിട്ട് നമ്മളിതിനെ റെഡിയാക്കി വെക്കുക. നോക്കൂ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടല്ലേ. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.